ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി. ഞാൻ ആര്യ. 2024 PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ SCRT നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ GK പോർഷന് വലിയ അറിയാത്തവരാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ മാർഗം SCRT ടെക്സ്റ്റുകൾ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ SCRT ടെക്സ്റ്റ് 2024 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് മാറിയിട്ടുണ്ട്. 2024 5ാം ക്ലാസ് പാർട്ട് 1 ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. SCRT സോഷ്യൽ സയൻസ് എന്ന ഫ്രണ്ട്ലി പി എസ് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാം. ഇന്ന് അതിന്റെ പഴയ ടെക്സ്റ്റിന്റെ പാർട്ട് 1 ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും CPO LDC അതുപോലെ PSCയുടെ എല്ലാ എക്സാമുകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. SCRT 5ാം ക്ലാസ് പഴയ പാർട്ട് 1ലേക്ക് കിടക്കാം. അതുപോലെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനാണെങ്കിൽ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പഴയ 5ാം ക്ലാസ്സിലെ പാർട്ട് 1 2016 തയ്യാറാക്കിയതാണ്. ഇതിലും 6 യൂണിറ്റുകളാണ് ഉള്ളത്. നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ യൂണിറ്റ് ചരിത്രത്തിലേക്ക്. ഇവിടെ ചരിത്രാതീത കാലത്തിലെ കുറച്ച് പോയിന്റ്സ് ഓർത്തു വെക്കാനുണ്ട്. ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങള്, അതുപോലെ ഗുഹാചിത്രങ്ങള്, നാണയങ്ങള്, പുസ്തകങ്ങള്, താളിയോലകള്, ശിലാലിഖിതങ്ങള്, അന്നോഡൊമിനി അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിന്റെ അർത്ഥം എന്താണ്? ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത്, അതായത് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. 1930 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തി. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ എല്ലാരും നോക്കണം. കാരണം ഇപ്പോഴും നിങ്ങൾക്ക് കുറെ പേർക്ക് BCയും AD ഒന്നും കറക്റ്റ് അറിയത്തില്ല. അതായത് ഈ ചിത്രത്തില് ഇവിടുന്ന് റൈറ്റിലേക്ക് കണ്ടോ, അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാലഗണന നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് യേശുക്രിസ്തു ജനിച്ചതെങ്കിൽ ജനിച്ചതിന് ശേഷമുള്ള വർഷത്തെ AD അഥവാ അന്നോഡൊമിനി അഥവാ CE കോമൺ എറ. അപ്പൊ ഈ ഭാഗത്തെയാണ് കോമൺ എറ അല്ലെങ്കിൽ AD എന്ന് പറയുന്നത്. ഇനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ആരോ കണ്ടോ, അതിനെയാണ് ബിഫോർ ക്രൈസ്റ്റ് അഥവാ BCE ബിഫോർ കോമൺ എറ എന്ന് പറയുന്നത്. കാരണം ഇതിപ്പോ പഠിച്ചു വെക്കണം. എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ ഈ BCക്ക് പകരം BCEയും ADക്ക് പകരം CEയും ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ CEയും BCEയും കാണുമ്പോ കൺഫ്യൂസ് ആവരുത്. ഈ AD എന്ന് പറയുന്ന സെയിം സാധനം തന്നെയാണ് CE, അതുപോലെ BC എന്ന് പറയുന്ന സെയിം സാധനം തന്നെയാണ് BCE. ഇനി വർഷവും നൂറ്റാണ്ടും കണക്കാക്കുന്ന കാര്യവും കൂടെ പറയാം. കാരണം ഈ 2021 നൂറ്റാണ്ട് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പഴശ്ശിരാജാവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ പഴശ്ശിരാജാവ് ജീവിച്ചിരുന്ന വർഷം എല്ലാവർക്കും അറിയാം, പക്ഷെ നൂറ്റാണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ചോദിച്ചപ്പോൾ കുറെ പേര് തെറ്റിച്ചു. അപ്പൊ അതുകൊണ്ട് വർഷത്തെ നൂറ്റാണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതായത് AD 1901 മുതൽ 2000 വരെ ഉള്ളതിനെയാണ് നമ്മൾ 20ാം നൂറ്റാണ്ടെന്ന് പറയാം. അപ്പൊ 1901 മുതൽ 2000-നുള്ളിൽ 2000 വരെ ഉള്ളതിനെ 20ാം നൂറ്റാണ്ടെന്ന് പറയാം. അപ്പൊ ഈ 1950 എന്നൊക്കെ പറയുന്നത് ഏത് നൂറ്റാണ്ടാണ്? +1 അങ്ങ് കൂട്ടുക. അതായത് 19ന്റെ കൂടെ +1 20ാം നൂറ്റാണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1850 എത്രയായിരിക്കും? 18ന്റെ കൂടെ +1 19ാം നൂറ്റാണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കിയേ, 2001 മുതൽ 2100 വരെ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താ? 20ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 21ാം നൂറ്റാണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ഇവിടെയാണ് നമുക്ക് ഈ പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും വെങ്കല ശിലായുഗവും ഒക്കെ പഠിക്കാനുള്ളത്. ആദ്യത്തെ ശിലായുഗമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. ലിത്തോ എന്ന് പറയുന്നത് തന്നെ കല്ലാണല്ലോ. ആദിമ മനുഷ്യർ പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാട്ടുകിഴങ്ങൊക്കെ കുഴിച്ചെടുക്കാനും പരുക്കൻ കല്ലാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാളങ്ങ് കഴിഞ്ഞപ്പോൾ നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്, ആ പരുക്കൻ കല്ലുകളെയൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി ഇതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ കൂടുതലും മൂർച്ചയും മിനുസും ഒക്കെ വന്നതോടുകൂടി അവരുടെ പണി എളുപ്പമായി. അപ്പൊ ആ ഒരു സമയത്താണ് ഇവര് കൃഷിയും ഒരുമിച്ചുള്ള വാസവും മൃഗങ്ങളെ ഇണക്കി വളർത്താനും ഒക്കെ തുടങ്ങിയത്. കൃഷി ചെയ്തു, വാസസ്ഥലമൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ തുടങ്ങി. അടുത്തത് വെങ്കല യുഗം അഥവാ ബ്രോൺസ് ഏജ് ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. പിൽക്കാലത്ത് ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും ഒക്കെ ആയ സാധനമാണ് ചെമ്പ്. അതുകൊണ്ട് ചെമ്പിൽ അവർ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു.
അപ്പോ ആ ഒരു കാലഘട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? താമ്രശിലായുഗം എന്ന് പറയാം. അത് കഴിഞ്ഞ് കുറച്ചാളും കൂടെ കഴിഞ്ഞപ്പോ അവരെന്ത് കണ്ടുപിടിച്ചു? ഈയം കണ്ടുപിടിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? ഈയവും ചെമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കി, വെങ്കലം. എന്നിട്ട് ആയുധങ്ങൾ നിർമ്മിച്ചു. അപ്പൊ ഈ ലോഹസങ്കരം അഥവാ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ച ആ പീരീഡിനെ എന്ത് പറയും? വെങ്കലയുഗം എന്ന് പറയും. അപ്പൊ ഈ ചാർട്ട് ഒന്ന് നോക്കിയേ. പ്രാചീന ശിലായുഗം. പിന്നെ എന്ത് പറ്റി? ആയുധങ്ങളൊക്കെ മിനുസപ്പെടുത്തി. അതായത് നവീന ശിലായുഗം. പിന്നെ ചെമ്പ്, താമ്രശിലായുഗം. പിന്നെ ഈയം കൂടെ മിക്സ് ചെയ്തിട്ട് വെങ്കലയുഗം. ക്ലിയർ അല്ലേ? പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിത് എങ്ങനെ മനസ്സിലാവും? നമുക്ക് പല സംസ്കാരങ്ങളുടെയും അവശേഷിപ്പുകളിൽ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ പണ്ട് ഇങ്ങനെ ജനങ്ങൾ കൂട്ടമായിട്ട് താമസിച്ചിരുന്ന ഒരു പ്രദേശത്തെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. മെസ്സപ്പൊട്ടോമിയയിൽ ഇന്ന ഒരു സ്ഥലത്ത് കുറെ ജനവാസ കേന്ദ്രം ഉണ്ടായിരുന്നു, ജനങ്ങൾ ഇതുപോലെ താമസിച്ചിരുന്നു. സംസ്കാരത്തിന് പറയുന്ന പേരാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഒരു നദി ഇങ്ങനെ പോകുന്നു, ടൈഗ്രിസ് എന്ന് പറയുന്ന ഒരു നദി ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ രണ്ട് നദികളുടെ ഇടയ്ക്കായിട്ട് കുറച്ച് കരഭാഗം ഉണ്ടായിരുന്നു. അവിടെ രൂപപ്പെട്ട സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പൊ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിലാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. അപ്പോ ആ മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നായിരുന്നു. അപ്പൊ ഈ പ്രദേശം ഇപ്പൊ നിലവില് നമ്മുടെ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ലിപിയുണ്ട്. അവരുടെ ലിപിയുടെ പേരാണ് ക്യൂണിഫോം ലിപി. ആ ക്യൂണിഫോം ലിപിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ആപ്പിന്റെ രൂപത്തിലുള്ള ഇതാണ്. ആപ്പില്ലേ, ഇങ്ങനെ മരമൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ അടിക്കുന്ന ആപ്പില്ലേ, ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയായിരുന്നു ക്യൂണിഫോം ലിപി. സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സിഗുറാത്തുകൾ. അതായത് മെസ്സപ്പൊട്ടോമിയക്കാരുടെ ദേവാലയ സമുച്ചയങ്ങളെയാണ് സുഗുറാത്തുകൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ പുറം ഭാഗം ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുപോലെ ഉർ എന്ന് പറയുന്ന അവരുടെ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് സിഗുറാത്ത്. ഇനി നമുക്ക് അടുത്ത സംസ്കാരത്തിലേക്ക് പോകാം. ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പൊ ഈജിപ്തിലെ ഒരു ഭാഗത്ത് ഇതുപോലെ കുറെ ആളുകൾ താമസിച്ചിരുന്നു. അതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പൊ അതും ഒരു നദീതീരത്താണ്. പൊതുവെ സംസ്കാരങ്ങളൊക്കെ നദീതീരത്തായിരുന്നു ആരംഭിച്ചിരുന്നത്. നല്ല അവർക്ക് ആ ജലമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നിരുന്നത്. അപ്പൊ ഈജിപ്തിനെ എന്തെന്ന് പറയും? നൈലിന്റെ ദാനം എന്ന് പറയും. ഈജിപ്ഷ്യൻ സംസ്കാരത്തില് അവരുടെ ലിപിയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. പിന്നെ ഈ ഈജിപ്തിലാണ് പിരമിഡുകളൊക്കെ ഉള്ളത്. ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ പ്രത്യേകത, പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി എഴുതിയിരുന്നത്. അതുപോലെ തടിയിലും പാപ്പിറസ് ചെടിയുടെ ഇലയിലും ഒക്കെയാണ് ഇവര് ഇത് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിരമിഡ്, ഈജിപ്തിലെ ഭരണാധികാരികളുടെ അഥവാ അവരെ പറയുന്ന പേരാണ് ഫറവോ. ആ ഫറവോമാരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ എന്ത് പറയും? മമ്മി എന്ന് പറയും. അപ്പൊ കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഏറ്റവും വലുത്. അടുത്തതാണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം ഏത് നദീതീരത്താണ് ആരംഭിച്ചത്? ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ്. അതുപോലെ വെങ്കല യുഗത്തില് ആണ് ചൈനക്കാരുടെ ലിപി രൂപപ്പെട്ടത്. അപ്പൊ വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപി ചെറിയ മാറ്റങ്ങളോടുകൂടി ചൈനക്കാര് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വെങ്കല ശില്പ നിർമ്മാണത്തിനൊക്കെ ചൈനക്കാര് പ്രശസ്തരായിരുന്നു. അടുത്തത് നമ്മുടെ സംസ്കാരം, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ പ്രദേശത്ത് രൂപപ്പെട്ടതായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഹാരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്തെ തെരുവുകള്, അഴുക്കുചാലുകള്, ധാന്യപ്പുരം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കച്ചവട കേന്ദ്രം, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകള് എന്നിവ ആധുനിക ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. പിന്നെ ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. പിന്നെ പ്രധാന നഗരങ്ങള് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്താൽ തുടങ്ങിയവയായിരുന്നു. അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആണ്, മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്ന എവിടാണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പായിട്ടുള്ള മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് മോഹൻജദാരോയിലാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പായ മഹാസ്നാനഘട്ടം നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയും കൊണ്ട് ഈ ചാപ്റ്റർ അങ്ങ് തീരുകയാണ്. ഈ ചാപ്റ്റർ നമ്മുടെ കുടുംബം. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്, വ്യക്തികൾ ചേർന്നിട്ടാണ് കുടുംബങ്ങൾ ഉണ്ടാവുന്നത്. കുടുംബങ്ങൾ ചേർന്നിട്ട് സമുദായം,
സമുദായം ചേർന്ന് സമൂഹം. അപ്പൊ ഈ ഒരു ഘടന പഠിച്ചു വെക്കണം. പിന്നെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കുടുംബങ്ങളാണ്. അപ്പൊ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതിയൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിലെ അടിസ്ഥാന ഘടകം കുടുംബമാണെന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് നമുക്കത് മലയാളത്തിൽ വേണ്ടത് എന്നിലൂടെ എഴുതിയതാരാണ്? കുഞ്ഞുണ്ണി മാഷ്. ഇവിടെ 3 തരം കുടുംബങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് അണുകുടുംബം, ഇത് വിസ്തൃത കുടുംബം. അതായത് 2 അണുകുടുംബം ചേർന്നിട്ടാണ് വിസ്തൃത കുടുംബം ഉണ്ടാവുന്നത്. പിന്നെ കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിന്റെ പ്രത്യേകത പല പല തലമുറകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ പല തലമുറകളെ ഉൾക്കൊള്ളുന്നത് കൂട്ടുകുടുംബമാണ്. വ്യത്യസ്ത അണുകുടുംബങ്ങളെ ഉൾക്കൊള്ളുന്നത് വിസ്തൃത കുടുംബം. അണുകുടുംബം എന്ന് വെച്ചാൽ എന്താ? അച്ഛൻ, അമ്മ, മക്കള്. അപ്പൊ ഈ കേസിൽ വരുമ്പോഴോ ഒരച്ഛനമ്മ മക്കള്, വേറൊരു അച്ഛനമ്മ മക്കളില്ലെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അവരെല്ലാരും കൂടെ ഉൾപ്പെടുന്നതാണ് വിസ്തൃത കുടുംബത്തിൽ വരുന്നത്. അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുടുംബം അണുകുടുംബം. അങ്ങനെയുള്ള അണുകുടുംബം ഒന്നിച്ച് താമസിച്ചാൽ അത് വിസ്തൃത കുടുംബമാകും. 3-4 തലമുറകള് ഒരുമിച്ച് താമസിച്ചാൽ അത് കൂട്ടുകുടുംബമാവും. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. ഇവിടെ ഓഗ്ബൺ പറഞ്ഞ ഒരു പ്ലക്കാർഡ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്ന് നോക്കിയേക്ക്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഓഗ്ബൺ ആണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു, സുരക്ഷിതത്വ ബോധം കൊടുക്കുന്നു, സ്നേഹവാത്സല്യം കൊടുക്കുന്നു, പെരുമാറ്റശീലം കൊടുക്കുന്നു, നല്ല മര്യാദയൊക്കെ പഠിപ്പിക്കുന്ന എല്ലാം എന്താണ്? കുടുംബത്തിന്റെ ധർമ്മമാണ്. ഇത്രയൊക്കെ ആ ചാപ്റ്റർ ഉള്ളൂ. പിന്നെ ഈ വേർഡിന്റെ മീനിങ് നോക്ക്. ഞാൻ മലയാളത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങളെ. സാർവലൗകികത എന്താണ് ഇംഗ്ലീഷ് വേർഡ്? യൂണിവേഴ്സാലിറ്റി. കാരണം ഈ തർജ്ജമയ്ക്കൊക്കെ ഇതിൽ നിന്നൊക്കെ എടുത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. സാർവലൗകികത യൂണിവേഴ്സാലിറ്റി ആണ്. അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 4 കരുതലോടെ ചെലവിടാം. ഇവിടെ കുടുംബത്തിന്റെ വരുമാനം, സ്രോതസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ല താനും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഒരു ശീലമാണ് എന്ത്? മിതവ്യയശീലം. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ശീലം. പിന്നെ ആ ചാപ്റ്ററിൽ ഇത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ ഒരു സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത ചാപ്റ്റർ പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബാംഗമാണ് സൗരയുധം. അപ്പൊ സൗരയുധത്തിലാണ് നമ്മളുടെ ഭൂമി ഉൾപ്പെടുന്നത്. ഈ കാണുന്നതാണ് സൗരയുധം. ഇത് ഗ്രഹങ്ങൾ. അപ്പൊ ഇത് സൂര്യൻ. സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. പിന്നെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, പിന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ വരുന്നുണ്ട്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, കുള്ളൻ ഗ്രഹം. കുള്ളൻ ഗ്രഹമാണ് നമ്മൾ പണ്ട് പ്ലൂട്ടോ ഗ്രഹമായിട്ട് കണക്കാക്കിയിരുന്നു. അവൻ ഇപ്പൊ പുറത്തായി. ഇപ്പൊ കുള്ളൻ ഗ്രഹം ഗണത്തിലാണ് വരുന്നത്. ബുധൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. ബുധന് ഉപഗ്രഹങ്ങളൊന്നും ഇല്ല. അടുത്തുള്ള ശുക്രൻ. ശുക്രനും അതുപോലെ ഉപഗ്രഹങ്ങളൊന്നും ഇല്ല. ശുക്രന് ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. പിന്നെ അത് മാത്രമല്ല ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്. പിന്നെ ഭൂമി നീല നിറത്തിലാണ് കാണുന്നത്. പിന്നെ ചൊവ്വയുടെ പ്രധാന പോയിന്റ് പണ്ട് ജലം ഒഴുകിയതായിട്ട് ഉള്ള തെളിവുകൾ ഉള്ള ഗ്രഹമാണ് ചൊവ്വ. പിന്നെ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്ക് ഈ കല്ലുകളൊക്കെ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു വലയം കാണാം. അതും സൂര്യനെ വലം വെക്കുന്നു. അപ്പൊ കല്ലുകളൊക്കെ ഈ ഒരു ആകൃതിയില്, ശകലങ്ങളൊക്കെ ഈ ആകൃതിയിൽ സൂര്യനെ വലം വെക്കുന്നു. അതിനെയാണ് നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഏതിന്റെയൊക്കെ ഇടയ്ക്കാണ്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്കാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഈ ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അത് ഇതൊക്കെ ഗ്രഹങ്ങളാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് നമ്മൾ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹം. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഇത് നിക്കോളാസ് കോപ്പർനിക്കസ്. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. എന്നാൽ കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. PSC പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. പിന്നെ ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകത പറഞ്ഞേക്കാണ്.
1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം വേണം. യുറാനസ് 25ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. ശനി ചുറ്റുവളയങ്ങളുണ്ട് കേട്ടോ. ശനിക്ക് ചുറ്റും വളയമുണ്ട്. 30ലധികം ഉപഗ്രഹമുണ്ട്. വ്യാഴത്തിന്റെ പ്രത്യേകത ഏറ്റവും വലിയ ഗ്രഹമാണ്. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം. മലയാളത്തിൽ ഒരു ശൈലി ഉണ്ടല്ലോടാ, വ്യാഴവട്ടക്കാലം. എന്താണ് അർത്ഥം? 12 വർഷം. അടുത്ത ബുധൻ. ബുധൻ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഈ ഗ്രഹങ്ങൾ പഠിക്കാനുള്ള ഒരു കോഡ് ക്ലാസ് ഞാൻ ഫ്രണ്ട്ലി PSC ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിൽ GK ക്ലാസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ആ കോഡ് കിട്ടുവേ. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ചൂടുകൂടിയ ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല. സൂര്യൻ സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. പിന്നെ ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ്. ഉപഗ്രഹം ചന്ദ്രനാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. പിന്നെ പണ്ട് ജലം ഒഴുകിയതിന്റെ സൂചനയൊക്കെ ഉണ്ട്. ഗലീലിയോ ഗലീലി ഇറ്റലിക്കാരനായിട്ടുള്ള ഊർജ തന്ത്രജ്ഞനും വാന നിരീക്ഷകനും ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകൻ ഒക്കെയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ദൂരദർശിനി നിർമ്മിക്കുകയും വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ക്ഷുദ്രഗ്രഹങ്ങളുടെ പടം കാണിച്ചു തന്നില്ലേ, ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്ക്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കിയേ, ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ ബലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണ്. പിന്നെ പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ എന്നാണ് പുറത്താക്കിയെന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട് PSC. 2006 ഓഗസ്റ്റിലാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത്. അതായത് ഗ്രഹമാകാൻ കുറെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പാലിക്കുന്നില്ലെങ്കിൽ ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ അവന്റെ പുറത്താക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരനിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇവനെ ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ആണ് ഇത്തരം എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ്. അപ്പോ ഗ്രഹത്തിന്റെ ക്വാളിറ്റീസ് ഒന്നും പാലിക്കാതിരുന്നത് കൊണ്ടാണ് അവനെ കുള്ളൻ ഗ്രഹത്തിലേക്ക് മാറ്റിയത്. പിന്നെ സൗരയൂഥത്തിലെ വിരുന്നുകാർ കോമറ്റ്സ് എന്താണെന്ന് അറിയാവോ? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ. അതായത് അശുദ്ധമായ ഹിമപദാർത്ഥങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ വാൽ നക്ഷത്രം വാലായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും അവയുടെ വാലിന്റെ നീളവും ശോഭയും ഏറും. 2013 ഒടുവിൽ എത്തിയ ഐസൺ വാൽ നക്ഷത്രം. അടുത്തതാണ് ഉൽക്കകൾ. എന്താണ് ഈ ഉൽക്കകൾ എന്ന് പറഞ്ഞാല്? ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തിപ്പോകും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നി മറയുന്ന പ്രകാശം. ഇപ്പൊ കത്തി തീരുന്നതാണ്. ഇപ്പൊ ഇൻ കേസ് കത്തി തീർന്നില്ല എങ്കിൽ അത് ഭൂമിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വീഴുന്ന കല്ലുകളെയാണ് ഉൽക്കാശില എന്ന് പറയുന്നത്. ഇതൊക്കെ ഉൽക്കാശിലകളാണ്. അടുത്തത് എന്താണ്? ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. അതിനെയാണ് മിൽക്കി വേ, ആകാശഗംഗ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതില് 10,000 കോടിയോളം നക്ഷത്രമുണ്ട്. ഇനി എന്താണ് പ്രപഞ്ചം എന്ന് ചോദിച്ചാല് കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, വൻകരകളും സമുദ്രങ്ങളും. നമുക്ക് എത്ര വൻകരകളുണ്ട്? 7 വൻകരകളാണ് ഉള്ളത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഈ കാണുന്ന ഏറ്റവും വലിയ വൻകര ഏഷ്യ. അപ്പോ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ്. ഇതല്ല ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് എന്ന് പറയുമ്പോൾ മേൽഭാഗത്തായിട്ടാണ്, വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യയിലാണ്. നമ്മുടെ ഇന്ത്യയും ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റും ഏഷ്യയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്, മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളുണ്ട്, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഏഷ്യ ഭൂഖണ്ഡം. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയൊക്കെ കൃഷി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്തെ ഏറ്റവും
കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. അത് ഏഷ്യയിലാണ്. ഏഷ്യ വൻകരയില് ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് എവിടാണ്? നേപ്പാളിലാണ്. അടുത്ത ഭൂഖണ്ഡം പഠിക്കാം, ആഫ്രിക്ക. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തില് 2ാം സ്ഥാനം. അപ്പൊ 1ാം സ്ഥാനം ഏഷ്യ, 2ാം സ്ഥാനം ആഫ്രിക്ക. ജനവാസത്തിന്റെ കേസില് 2ാം സ്ഥാനമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടുതൽ പ്രദേശവും മരുഭൂമിയാണ്. ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരാണ് ആഫ്രിക്കൻ ആന. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈല് ഇവിടാണ്. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ ഉണ്ട്. ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായിട്ട് നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. അടുത്തത് വടക്കേ അമേരിക്കയാണ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്. അലാസ്ക പർവ്വതം ഇതിലാണ്. അലാസ്ക പർവ്വതത്തിലെ മാക്കിൻലി ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിന്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ ഇവിടാണുള്ളത്. അവരുടെ മറ്റൊരു പേരാണ് എസ്കിമോ. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെയാണ്. ഇന്യൂട്ടുകൾ താമസിക്കുന്ന വീടിനെയാണ് ഇഗ്ലു എന്ന് പറയുന്നത്. മഞ്ഞു കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇനി മഹാതടാകങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒന്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. അടുത്തത് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയില് വലുപ്പത്തിൽ 4ാം സ്ഥാനം. മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേക തൊഴിലാണ്. പിന്നെ ആമസോൺ നദിയിലാണ് പിരാന മത്സ്യങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അടുത്തത് അന്റാർട്ടിക്ക. വലിപ്പത്തിൽ 5ാം സ്ഥാനം. ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട് ഇവനെ എന്തെന്നും കൂടെ പറയും? വെളുത്ത ഭൂഖണ്ഡം. സ്ഥിരമായിട്ട് അവിടെ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മിക്ക രാജ്യങ്ങളും അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയില് പെൻഗ്വിൻ. ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇത് യൂറോപ്പാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ്. പാതിര സൂര്യന്റെ നാട് ഏതാണ്? നോർവേ. അടുത്ത ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകര. ഏറ്റവും വലുത് ഏഷ്യ, ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയാണ്. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്നും വിശേഷിപ്പിക്കാം. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, അതുപോലെ സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ ഇതെല്ലാം ഓസ്ട്രേലിയ വൻകരയുടെ മാത്രം പ്രത്യേകതയാണ്. ഗോതമ്പ് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. സിഡ്നി നഗരവും കാൽകുർലി സ്വർണ്ണഖനിയും. സ്വർണം, ഇരുമ്പ്, യുറേനിയം തുടങ്ങിയ ധാതുക്കളുണ്ട്. ചെമ്മരിയാട് വളർത്തല് പ്രസിദ്ധമാണ്. പിന്നെ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. നിങ്ങൾക്ക് ഈ കടലിന്റെ മഹാസമുദ്രത്തിന്റെ വ്യത്യാസം അറിയോ? കടൽ എന്ന് പറഞ്ഞുണ്ടല്ലോ, ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെയാണ് പറയുന്നത്. അപ്പൊ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടല്. ഇനി മഹാസമുദ്രം എന്ന് പറഞ്ഞാല് ഒരുമിച്ച് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്നവരാണ്. അപ്പൊ ഒരുമിച്ച് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളെല്ലാം മഹാസമുദ്രം അഥവാ ലോക മഹാസമുദ്രം എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് മഹാസമുദ്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ PSC സിലബസില് എല്ലാ പരീക്ഷകൾക്കൊന്നും വേൾഡ് പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ സിലബസിൽ നോക്കി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം കണ്ടാൽ മതി. 5ാം ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് എടുക്കുന്നത്. പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ വലിപ്പത്തിൽ 1ാം സ്ഥാനമാണ്. ഭൂമിയുടെ ജലത്തിന്റെ
1/3 ഭാഗം പസഫിക് സമുദ്രമാണ് ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ദ്വീപ് ഇവിടാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. പിന്നെ ധാരാളം മത്സ്യ സമ്പത്തുണ്ട്, ധാതു സമ്പത്തുണ്ട്. ഇതാണ് പസഫിക് സമുദ്രം. നമ്മളിവിടെ ഏഷ്യ, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, പസഫിക് സമുദ്രം. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രത്യേകത വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. പിന്നെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രം. ഉണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രം. ഇപ്പൊ ഇവിടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇത് അറബിക്കടല്, ഇത് ബംഗാൾ ഉൾക്കടല്, ഇത് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മഹാസമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇതിന്റെ ഭാഗമായിട്ടാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ എന്തുണ്ട്? പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴദ്വീപുകളാണ്. പവിഴപ്പുറ്റുകള് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. അടുത്തത് അന്റാർട്ടിക് സമുദ്രം. അതായത് അന്റാർട്ടിക് വൻകരയോട് ചേർന്നിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഉപരിഭാഗം തണുത്തുറഞ്ഞ് കാണപ്പെടുന്നു. പിന്നെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപമൊക്കെ ഉണ്ട്, ധാരാളം മത്സ്യസമ്പത്തൊക്കെ ഉണ്ട്. അടുത്തത് ആർട്ടിക് സമുദ്രം. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വർഷത്തിൽ 6 മാസത്തിലേറെക്കാലം മഞ്ഞ് മൂടി കിടക്കുന്നു. അപ്പൊ ഇത്രയും കൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് തീരുകയാണ്. അപ്പൊ നമ്മള് SCERT 5ാം ക്ലാസ് പാർട്ട് 1 2024 ന്യൂ എഡിഷനും ഓൾഡ് എഡിഷനും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് 5ാം ക്ലാസ്സിലെ GK പാർട്ട് 2 എടുക്കാം. അങ്ങനെ പഠിച്ചു പോവാണെങ്കിൽ നമുക്ക് GK +2 വരെ എടുക്കാം. നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കിൽ നിന്ന് ആദ്യത്തെ 2 സെക്ഷനിൽ 8 മാർക്ക് വീതം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ PDF-ഉം കൂടെ ഇതിൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ 22 രൂപ മാത്രം അടച്ചാൽ 1 ഇയർ വാറണ്ടിയിൽ ബാക്കി ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ. വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ.